വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി പള്ളിവാസലിൽ 17കാരി കുത്തേറ്റ് മരിച്ചു. പള്ളിവാസൽ സ്വദേശി രാജേഷിന്റെ മകൾ രേഷ്മയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ബന്ധുവിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇന്നലെ വൈകിട്ട് സ്കൂൾ വിട്ട ശേഷം രേഷ്മ വീട്ടിലെത്താത്തതിനെ തുടർന്ന് അച്ഛൻ രാജേഷ് വെള്ളത്തുവൽ പോലീസിന് പരാതി നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വള്ളക്കടവ് വഴി രേഷ്മയും ബന്ധു അരുണും നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. പിന്നീട് നടത്തിയ തെരച്ചിലിൽ പവർ ഹൗസിന് 50 മീറ്റർ മാറി കൈത്തോടിനോട് ചേർന്നാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. കഴുത്തിലും നെഞ്ചിലും കൈക്കും പരിക്കേറ്റ നിലയിലായിരുന്നു രേഷ്മ. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. സംഭവത്തിന് ശേഷം അരുണിനെ കണ്ടെത്താനായിട്ടില്ല. രേഷ്മയുടെ അച്ഛൻ രാജേഷിന്റെ അച്ഛന്റെ രണ്ടാം വിവാഹത്തിലുള്ള മകനാണ് അരുൺ. അതിനാൽ തന്നെ ഇയാൾക്ക് വീടുമായി ഏറെ അടുപ്പമുണ്ടായിരുന്നു. സ്കൂളിൽ പോയി താമസിച്ചു വന്നു കഴിഞ്ഞപ്പം വീട്ടിൽ എത്തുന്ന സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അന്വേഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഓട്ടോക്കാരൻ പയ്യൻ പറയുന്നത് ഇങ്ങനെ അനിയൻ്റെ കൂടെ എന്നാ പറയുന്നത്. അനിയനെ പോലെ ഒരാളാ പോയത് എന്ന് പറഞ്ഞ് കൊടുത്ത് കഴിഞ്ഞ് കയറിപ്പോരുന്നുണ്ടെന്ന് പറഞ്ഞ് പിന്നെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടുന്നുമില്ലായിരുന്നു. സംശയകരമായ ഒരു സാഹചര്യവും അരുണുമായി ബന്ധപ്പെട്ടില്ലായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. സംശയകരമായ രീതിയിൽ വള്ളക്കടവിൽ ഒരു ഓട്ടോറിക്ഷ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. അരുണിനായി അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് കൂടുതൽ പേർക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടോയെന്നും അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് കഞ്ചിക്കോട് ദേശീയപാതയിൽ കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ബസ്സുകളുമായി കൂട്ടിയിടിച്ചു. കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് എതിർവശത്തെ ട്രാക്കിലേക്ക് മറിഞ്ഞത്. എന്നാൽ ലോറി മറിയുന്നത് കണ്ട ബസ്സുകൾ നിർത്താത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 5:30യോടെയാണ് അപകടം. പാലക്കാട് നിന്നും കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കണ്ടെയ്നർ ലോറി കഞ്ചിക്കോട് വെച്ച് നിയന്ത്രണം വിട്ട് എതിർവശത്തെ ട്രാക്കിലേക്ക് മറിയുകയായിരുന്നു. ഇതേസമയം എതിർവശത്തെ ട്രാക്കിൽ വാളയാറിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സും ബംഗളൂരുവിൽ നിന്നും കൊച്ചിയിലേക്ക് പോകുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്സുമാണ് സഞ്ചരിച്ചത്. ലോറി നിയന്ത്രണം വിട്ട് മറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ട ബസ് ഡ്രൈവർമാർക്ക് ഉടൻ തന്നെ വേഗത കുറച്ച് വാഹനങ്ങൾ നിർത്താൻ സാധിച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. KSRTC ബസിന്റെ മുൻവശം കണ്ടെയ്നറിൽ ഇടിച്ച് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടത്തിൽ ലോറി ഡ്രൈവർ കോട്ടയം സ്വദേശി മനു തോമസിന് പരിക്കേറ്റു. എന്നാൽ പരിക്ക് ഗുരുതരമല്ല. കണ്ടെയ്നർ എതിർദിശയിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് വന്നു. ഓപ്പോസിറ്റിൽ ചാടി ഡിവൈഡർ ചാടിയിട്ട് മറിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴേക്കും ഇതിന് ഇറങ്ങി വന്നു നമ്മുടെ വണ്ടിയിൽ വന്ന് അടിച്ചു. രണ്ട് ബസ്സിനെ ചേർത്ത് ഞങ്ങൾ അടിച്ചു. അവിടെ നോക്കി എന്താ അല്പം കൊണ്ട് യാത്രക്കാർക്കാർക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. KSRTC ബസ്സിലും സ്വകാര്യ ബസ്സിലുമായി 50ലേറെ യാത്രക്കാരുണ്ടായിരുന്നു. ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. 19 പേർ കൊല്ലപ്പെട്ട അവിനാശി ബസ് അപകടത്തിന്റെ 1ാം വാർഷിക ദിനമാണ് ഇന്ന്. അന്നുണ്ടായ അപകടത്തിന്റെ അതേ രീതിയിലാണ് ഇന്നും സംഭവിച്ചതെങ്കിലും ബസ് ഡ്രൈവർമാരുടെ സംയോജിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തമാണ് ഒഴിവായത്. ന്യൂസ് 18 പാലക്കാട്. മലമ്പുഴ മേഖലയിലെ കാട്ടാനശല്യത്തിൽ വനം വകുപ്പ് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. കോട്ടേക്കാട് മലമ്പുഴ റേഞ്ച് ഓഫീസിന് മുൻപിലായിരുന്നു ഉപരോധം. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. പുതുശ്ശേരി മലമ്പുഴ പഞ്ചായത്തുകളിലാണ് കാട്ടാനശല്യം രൂക്ഷം. ഏക്കർ കണക്കിന് കൃഷി നശിച്ചു. നിരവധി വീടുകളും തകർന്നു. എന്നിട്ടും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടികൾ ഉണ്ടാവില്ലെന്നാണ് ആരോപണം. വടകര കാവിലുംപാറയിലെ ചാത്തങ്കോട്ടുതറ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ 2ാം ഘട്ടം പൂർത്തിയായി. 76.60 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പദ്ധതി 6 മെഗാവാട്ട് ശേഷിയുള്ളതാണ്. ഈ സർക്കാരിന്റെ കാലത്ത് 288 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിച്ചതായും മന്ത്രി M. M. മണി പറഞ്ഞു. അട്ടപ്പാടിയിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് പ്രതിരോധ നടപടികൾ ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി ജലസ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്തി. ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും അധികൃതർ വ്യക്തമാക്കി. രോഗം ബാധിച്ച കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് അട്ടപ്പാടിയിൽ 1.5 വയസ്സുകാരന് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. രോഗലക്ഷണങ്ങൾ കണ്ടതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ അട്ടപ്പാടിയിൽ രോഗവ്യാപനം തടയാനുള്ള തീവ്ര ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയ അധികൃതർ ജലസ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്താനുള്ള നടപടികൾ സ്വീകരിച്ചതായി അറിയിച്ചു. ഇതോടൊപ്പം ബോധവൽക്കരണ പരിപാടികളും ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ഏകദേശം ഷിഗല്ല മസ്തിഷ്ക ജ്വരം എന്നൊരു ഡയഗ്നോസോട് കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ
സുരക്ഷിതമായി എത്തിക്കാനും സാധിച്ചു. മറ്റുള്ള തുടർന്ന് 2 ദിവസത്തിന് ശേഷം ഷിജല്ല അണുക്കളെ കുട്ടിയുടെ വിസർജനത്തിൽ നിന്ന് എടുക്കുവാൻ അവർക്ക് സാധിച്ചു. പാലക്കാട് ജില്ലയിൽ ആദ്യമായാണ് ഷിഗല്ല സ്ഥിരീകരിക്കുന്നത്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. കൊട്ടാരക്കര സിവിൽ സ്റ്റേഷന്റെ 2ാം ഘട്ട നിർമ്മാണം പൂർത്തിയായി. ഐഷാപോറ്റി MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. 24,000 ചതുരശ്ര അടിയിലേറെ വിസ്തീർണമുള്ള കെട്ടിടത്തിൽ 9 സർക്കാർ ഓഫീസുകളും കോൺഫറൻസ് ഹാളുമാണ് ഉള്ളത്. ജില്ലാ എൻഫോഴ്സ്മെന്റ് RT ഓഫീസും കരിയർ ഡെവലപ്മെന്റ് ക്ലാസുകളും പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിപ്പിക്കുന്ന ഐഷാപോറ്റി MLA അറിയിച്ചു. ഇടുക്കി മണിയാറൻകുടിയിൽ ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ പ്രതിഷേധം ശക്തമാണ്. ജനകീയ സംരക്ഷണ സമിതി വാഴത്തോപ്പ് പഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ സമരം നടത്തി. പ്ലാന്റ് അനുവദിച്ചാൽ പ്രദേശത്തെ ജലസ്രോതസ്സുകൾ വരളുമെന്നോ നാട്ടുകാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നുമാണ് ആശങ്ക. സമരം ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. സദാചാര ഗുണ്ടായിസമാണ് ഭാര്യയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കുന്നത്തുകാലിൽ ആത്മഹത്യ ചെയ്ത അക്ഷരയുടെ ഭർത്താവ് സുരേഷ്. തന്നെ കാണാനെത്തിയ സുഹൃത്തിനെ വീട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നാണ് അതിക്രമം കാട്ടിയത്. അവിഹിത ബന്ധം ആരോപിച്ച് സംഘം ഭാര്യയെ കടുത്ത മാനസിക പീഡനത്തിന് ഇരയാക്കിയെന്നും ഭർത്താവ് സുരേഷ് ന്യൂസ് 18നോട് പറഞ്ഞു. ഇതിനിടയ്ക്ക് വന്നിട്ട് ഇവരൊക്കെ ഒരു മോശമായ രീതിയിൽ ഒരു അഴുക്ക സ്ത്രീകളെക്കുറിച്ച് അഴുക്കെന്ന് എനിക്ക് പറയാൻ അറിയുമെന്നറിയില്ല. അങ്ങനെ ഒരു മോശമായ രീതിയിൽ ഒരു കളിയാക്കൽ രൂപേണ പറഞ്ഞ് അവളെ മാനസികമായി പീഡിപ്പിച്ചതിൻ്റെ പുറത്താണ് അവൾ ശരിയാക്കാൻ അയാളെ വിളിച്ചുകൊണ്ട് വീണ്ടും എൻ്റെ വീട്ടിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. അതിൻ്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഞാൻ വന്നതിന് ശേഷം അപ്പോൾ ഞാൻ ഇയാൾ എനിക്ക് വീട്ടിൽ പറഞ്ഞിട്ടാണ് വന്നതെന്നോ അല്ലെങ്കിൽ എന്നെ വിളിച്ച് വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഇല്ലാത്തപ്പോൾ എന്നെ ഫോൺ ചെയ്ത് പിന്നെ പറഞ്ഞ് ഞാൻ പിന്നെ ലേറ്റാകുമെന്ന് പറഞ്ഞതാണല്ലോ. അങ്ങനെയാണ് പുള്ളി പോയത്. ആ പുള്ളിയെ പിടിച്ച് വലിച്ചു വീട്ടിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. അവൾ അസഭ്യം പറയേണ്ട കാര്യമില്ല. വിപണി കീഴടക്കി കൊയിലാണ്ടി പൊയിൽക്കാവിലെ കടലമിഠായി യൂണിറ്റ്. 7 വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് യൂണിറ്റിന്റെ പ്രവർത്തനം. കടലമിഠായി നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയ 7 വനിതാ കൂട്ടായ്മ ഇന്ന് പൊയിൽക്കാവുകാരുടെ അഭിമാനമാണ്. ദിവസവും 600 മുതൽ 700 കിലോ വരെ കടലമിഠായി ഇവർ വിപണിയിലെത്തിക്കുന്നുണ്ട്. ബീന, ധന്യ, പ്രീത, ദീപ, രജിത, അംബിക, ശുഭശ്രീ തുടങ്ങിയവരാണ് കൂട്ടായ്മയിലെ അംഗങ്ങൾ. 1 ടൺ കടലമിഠായി ഉൽപ്പാദിപ്പിക്കാനുള്ള യന്ത്രവും യൂണിറ്റിലുണ്ട്. എന്നാൽ കോവിഡ് കാലത്ത് വിപണിയിൽ മാന്ദ്യമുണ്ടായതോടെ ഉൽപാദനം 700 കിലോ വരെ ആക്കിയിരിക്കുകയാണ്. വടക്കൻ കേരളത്തിൽ വിപണി ഉറപ്പിച്ച ഇവരുടെ ഉൽപ്പന്നം കടൽ കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സംസ്ഥാനത്തുടനീളമുള്ള വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിതരണക്കാരെ ഉപയോഗപ്പെടുത്തിയാണ് കടലമിഠായി വിപണിയിലെത്തിക്കുന്നത്. ഇവർ സ്വന്തമായും മിഠായി വിപണിയിലെത്തിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് വനിതകൾ ചേർന്നിട്ടാണ് തുടങ്ങിയത്. ഈ കോവിഡ് കാലം കൂടെ ആയിട്ടും ഞങ്ങൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ എള്ളുമുട്ടായി അങ്ങനെയുള്ള മറ്റുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. മുന്തിയ ഇനം കടലയാണ് മിഠായി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതെന്ന് ഇവർ പറയുന്നു. കടല വറുക്കുന്നതും തൊലി കളയുന്നതും ശർക്കരയും പഞ്ചസാരയും ചേർത്തുള്ള മാവ് തയ്യാറാക്കുന്നതും ചെറുപലകകളായി മിഠായി നിർമ്മിക്കുന്നതും പാക്ക് ചെയ്യുന്നതും യന്ത്രസഹായത്തോടെ തന്നെയാണ്. ന്യൂസ് 18 കൊയിലാണ്ടി. കരിപ്പൂർ വിമാനത്താവളം വഴി അനധികൃതമായി കടത്താൻ ശ്രമിച്ച 58 ലക്ഷം രൂപയുടെ സ്വർണം പിടിച്ചു. 1222 ഗ്രാം സ്വർണമാണ് എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടിയത്. ദുബായിൽ നിന്ന് ഇന്നലെ രാത്രി 10:30 കോഴിക്കോട്ടെത്തിയ സ്പൈസ് ജെറ്റ് വിമാനത്തിലെ ശുചിമുറിയിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് സ്വർണം കണ്ടെത്തിയത്. വിമാനത്തിലെ യാത്രക്കാർ ഇറങ്ങിയതിനു ശേഷമുള്ള പരിശോധനയിലാണ് കസ്റ്റംസ് സ്വർണം കണ്ടെടുത്തത്. നാട്ടുവർത്തമാനം തുടരുന്നു. ചാവക്കാട് ബീച്ച് സന്ദർശകർക്കായി തുറന്നു. 2.5 കോടി ചെലവഴിച്ചാണ് ബീച്ച് നവീകരിച്ചത്. തൃശൂർ ജില്ലയിലെ പ്രധാന ബീച്ച് ടൂറിസം ഡെസ്റ്റിനേഷനായ ചാവക്കാട് ബീച്ചിന്റെ നവീകരണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയായത്. ടൂറിസം വകുപ്പ് 2.50 കോടി രൂപയാണ് നവീകരണ പ്രവർത്തനങ്ങൾക്കായി വകയിരുത്തിയത്. ബീച്ചിൽ സ്റ്റീൽ കസേരകളും ഒരുക്കിയിട്ടുണ്ട്. ഓരോ ഭാഗവും കൈവരികൾ കെട്ടിത്തിരിച്ചു. മുമ്പെന്ന് പറയുമ്പോൾ നമ്മൾ മണലിലൊക്കെ പോയിരുന്നിട്ട് വേണം കടൽ കാണാനും സൺസെറ്റ് കാണാനൊക്കെ. ഇപ്പോൾ ഇവിടെ നല്ല രസത്തിൽ നമുക്ക് സൺസെറ്റൊക്കെ ആസ്വദിക്കാം. നല്ല രീതിയിൽ തന്നെ എന്താ പറയുക അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഷോപ്പിംഗ് ഷെൽട്ടറുകളുടെ നിർമ്മാണവും പൂർത്തിയായി. എല്ലാ അർത്ഥത്തിലും ഈ ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായ ബീച്ച് എന്നുള്ള നിലയിൽ ഇതിനെ പരിപാലിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ടൂറിസം വകുപ്പ് മന്ത്രി ഓൺലൈനിലൂടെയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്.
24 മണിക്കൂറും ക്യാമറ സംവിധാനം നിലവിൽ വരുന്നതോടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഒഴിവാക്കാനാകുമെന്ന് അധികൃതർ വിലയിരുത്തുന്നു. ബീച്ചിൽ പോലീസിന്റെയും സെക്യൂരിറ്റി ഗാർഡുകളുടെയും പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. കടപ്പുറത്തെത്തി കടലിലിറങ്ങി കുളിക്കുന്നവരെ നിയന്ത്രിക്കാൻ പ്രത്യേക സെക്യൂരിറ്റി ജീവനക്കാരെ സജ്ജമാക്കും. നമ്മുടെ ബീച്ചിന് ഒന്നാം ഘട്ടത്തിൽ ഒരു ഘട്ടം പണി പൂർത്തീകരിക്കാൻ സാധിച്ചു. രണ്ടാം ഘട്ടത്തിൽ 2.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ന്യൂസ് 18 ഗുരുവായൂർ. ആദിവാസി മേഖലയ്ക്കും ജൈവ കൃഷിക്കും കുടിവെള്ളത്തിനും പ്രധാന പരിഗണന നൽകി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കൂടുതൽ ജനകീയ പദ്ധതികൾ നടപ്പാക്കുകയാണ് ലക്ഷ്യം. ബ്ലോക്ക് പരിധിയിലെ 10 പഞ്ചായത്തുകളിലും കായിക മേഖലയെ കൂടുതൽ കാര്യക്ഷമമാക്കും. ഇതിനായി സ്കൂൾ ഗ്രൗണ്ടുകൾക്കും പൊതു കളിയിടങ്ങൾക്കും ആവശ്യമായ ഫണ്ട് അനുവദിക്കും. SC/ST വിഭാഗങ്ങൾ താമസിക്കുന്ന മുഴുവൻ കോളനികളും നവീകരിക്കാനും പദ്ധതിയുണ്ട്. ഭവന പദ്ധതികൾക്കായി കൂടുതൽ ഫണ്ട് വകയിരുത്തുമെന്നും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ പറഞ്ഞു. നെയ്യാറ്റിൻകര നഗരസഭയിലെ ബജറ്റ് അവതരണത്തിൽ പ്രതിഷേധവും കയ്യാങ്കളിയും. വികസന സെമിനാർ നടത്താതെ ബജറ്റ് അവതരിപ്പിക്കുന്നു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ഒടുവിൽ UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി. അതേസമയം ബജറ്റ് ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ജോസ് ഫ്രാങ്ക്ലിൻ പറഞ്ഞു. അടിസ്ഥാന വികസനത്തിന് ഊന്നൽ നൽകി മുക്കം നഗരസഭയുടെ ബജറ്റ്. ധനകാര്യ സ്ഥാപനങ്ങൾ, നബാർഡ്, തൊഴിലുറപ്പ് പദ്ധതി, ശ്രമദാനം, തനത് ഫണ്ട് എന്നിവയിൽ നിന്നുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് ഈ സാമ്പത്തിക വർഷം 50 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് വൈസ് ചെയർപേഴ്സൺ പറഞ്ഞു. ഉൽപാദന മേഖലയ്ക്കായി 40 ലക്ഷം, ക്ഷീരനഗരം പദ്ധതിക്കായി 22 ലക്ഷം, മാലിന്യ സംസ്കരണ പദ്ധതിക്കായി 65 ലക്ഷം, ഭിന്നശേഷിക്കാർ, കുട്ടികൾ എന്നിവരുടെ ക്ഷേമത്തിനായി 40 ലക്ഷം, വയോമിത്രം തുടങ്ങിയ പദ്ധതികൾക്കാണ് തുക വകയിരുത്തിയിരിക്കുന്നത്. ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് ആലക്കോട് ടൗണിൽ സ്വീകരണം നൽകി. പയ്യന്നൂരിൽ സംസ്ഥാന പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് ഉദ്ഘാടനം ചെയ്ത ജാഥ ഇരിട്ടിയിൽ സമാപിക്കും. കാരുണ്യ ബെനവലന്റ് പദ്ധതി പുനഃസ്ഥാപിക്കുക, അന്യസംസ്ഥാന ലോട്ടറി കേരളത്തിൽ അനുവദിക്കാതിരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ഇന്ധന പാചകവാതക വില വർധനവിനെതിരെ കോൺഗ്രസ് മുക്കം ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതീകാത്മക കാളവണ്ടി യാത്ര സംഘടിപ്പിച്ചു. KPCC വൈസ് പ്രസിഡന്റ് T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. നോർത്ത് കാരശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച യാത്ര മുക്കത്ത് സമാപിച്ചു. ചെറുവത്തൂരിൽ വാഹനാപകടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ASI മനോഹരനാണ് മരിച്ചത്. കരിവള്ളൂർ കുണിയൻ സ്വദേശിയാണ്. വൈകിട്ട് നീലേശ്വരം ഭാഗത്ത് നിന്ന് വീട്ടിലേക്ക് പോകും വഴി ചെറുവത്തൂരിനടുത്ത് വെച്ച് മനോഹരൻ സഞ്ചരിച്ച സ്കൂട്ടർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഉടൻ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മുക്കം ഗ്രേസ് പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ബിരിയാണി ചലഞ്ച് സമാപിച്ചു. പാലിയേറ്റീവ് കെയറിന്റെ ധനസമാഹരണത്തിന് വേണ്ടിയാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത്. 35,000 ബിരിയാണിയാണ് 100 രൂപ നിരക്കിൽ വിതരണം ചെയ്തത്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com സന്ദർശിക്കുക. നമസ്കാരം.